നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്പെഷ്യലി ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന പേരിലുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ പ്രതിഷേധം അലയടിക്കുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ഭരണകക്ഷിയായ CPIM ഉൾപ്പെടെയുള്ള പ്രമുഖ പാർട്ടികൾ ഈ നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു. BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ പരിഷ്കരണ നീക്കത്തിനെതിരെ നിലപാടെടുത്തതോടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചവരിൽ ഒരാൾ CPIM നേതാവ് MV ജയരാജനായിരുന്നു. ഇതൊരു സാധാരണ വോട്ടർ പട്ടിക പരിഷ്കരണം മാത്രമല്ല, വളഞ്ഞ വഴിയിലൂടെ കേരളത്തിൽ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള നീക്കമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അടിസ്ഥാനമായി 2002 പട്ടിക ഉപയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രധാനമായും പാർട്ടികൾ ആശങ്ക പ്രകടിപ്പിച്ചത്. 23 വർഷം പഴക്കമുള്ള ഒരു രേഖയെ അടിസ്ഥാനമാക്കി നിലവിലുള്ള വോട്ടർമാരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് വലിയ വിഭാഗം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ കാരണമാകുമെന്നും CPIM തുറന്നടിച്ചു. പൗരത്വം തെളിയിക്കുന്നതിന് ആവശ്യമായേക്കാവുന്ന രേഖകളുടെ കാര്യത്തിലുള്ള അവ്യക്തത കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങൾക്കിടയിലും അതിഥി തൊഴിലാളികൾക്കിടയിലും കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള പ്രാദേശിക രേഖകൾ കൂടി പരിഗണിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. നിലവിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തീവ്ര പരിഷ്കരണം പ്രായോഗികമല്ലെന്ന് കോൺഗ്രസ് നേതാക്കളായ PC വിഷ്ണുദാസ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് സമഗ്രമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നത് ബൂത്ത് ഏജന്റുമാർക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കാലതാമസത്തിനും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കും. യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട MV ജയരാജൻ ഈ പരിഷ്കരണത്തിനെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുമെന്നും നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യം പാർട്ടി ആലോചിക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇത് വിഷയം തിരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പുറം കോടതിയുടെ പരിഗണനയിലേക്ക് എത്താനുള്ള സാധ്യത തുറന്നിടുന്നു. ബീഹാറിൽ ഇതേ പരിഷ്കരണം നടപ്പാക്കിയപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു ബീഹാർ മോഡൽ കേരളത്തിൽ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതുവരെ ജനങ്ങളുടെ ആശങ്കകൾ മാഞ്ഞു പോകുമെന്നും വ്യക്തമാക്കി. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും അതിന്റെ ഭാഗമായാണ് ഈ തീവ്ര പരിശോധനയെന്നും അദ്ദേഹം വിശദീകരിച്ചു. പരിഷ്കരണം നടപ്പാക്കുന്നതിനായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ കടുത്ത എതിർപ്പ് പരിഗണിച്ച് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രത്തൻ ഖേൽക്കർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ഒരുക്കങ്ങൾക്കിടയിൽ SIR കൂടി നടപ്പിലാക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന പാർട്ടികളുടെ വാദം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയും. ഈ വിഷയത്തിൽ BJP മാത്രമാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നത്. വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളും കൃത്രിമത്വങ്ങളും ഒഴിവാക്കാൻ ഇത്തരം പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്നും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് സഹായകരമാകുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ചുരുക്കത്തിൽ വോട്ടർ പട്ടികയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാൻ ഒരുങ്ങുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എതിർപ്പുകൾ നേരിടുകയാണ്. സമീപ ഭാവിയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. കൂടാതെ കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളയുകയും ചെയ്തു. SIR നടപടികൾ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ അനുസരിച്ച് കേരളത്തിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നിർദ്ദേശവും.